ആ പൊസിഷനിൽ നിൽക്കുക എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്. അവിടെ മത്സരത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ തെറ്റാണ് അങ്ങനെ ഒരു ഇത് വന്നാൽ തന്നെ. സീരിയലിൽ കുറ്റം പറയില്ല, ഞാൻ ഒരുപാട് നല്ല നല്ല റോളുകൾ ചെയ്തു. പക്ഷേ പാവപ്പെട്ട പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് പ്രതികരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവാം. നമ്മൾ പലപ്പോഴും പറയാം എന്ത് പ്രതികരിച്ചു, അതൊന്നും പറയാൻ പറ്റില്ല. അവരുടെ ഒരു സാഹചര്യം എന്താ നമുക്ക് പറയാൻ പറ്റില്ല. കുറ്റങ്ങൾ ഒത്തിരി കേൾക്കേണ്ട വന്നു, ഒത്തിരി പഴികൾ പറഞ്ഞു. അതെങ്ങനെയാണ് തരണം ചെയ്തത്? സിനിമ എന്താണെന്നറിയാതെ വന്നുപെടുന്ന കുറേ ആൾക്കാരുണ്ടാവും. ഇതാണ് സിനിമ എന്ന് വിചാരിച്ച് അകത്തേക്ക് വരുന്ന ആൾക്കാരുണ്ടാവും. സ്റ്റേജിൽ ഒറ്റ പെൺകുട്ടികൾ ഇരുന്നില്ല. അത് ആരും ഇരിക്കേണ്ടെന്ന് പറയുന്നതാണോ? എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അത് നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളാണ്, ആരും ബോധിപ്പിക്കാനൊന്നുമില്ല. അവരാരെയും ഞാൻ വിളിച്ചിട്ട് അയ്യോ അതൊന്നും ചോദിച്ചിട്ടില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പൊതുജനങ്ങൾക്ക് കുറച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനത്തെ ലെറ്റർ എഴുതിയതാണ്. ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്നാണ് സിനിമയ്ക്ക് വരുന്നത്. ഒത്തിരി പ്രതിസന്ധി ഉണ്ടാവും നാടകത്തിലും സിനിമയിലും. അത്തരമൊരു പഴി കേട്ടിട്ടുണ്ട് പേരൻസ് അല്ലേ? എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പല സംഭവങ്ങൾ നടക്കുമ്പോഴും ലാലിൻ്റെ നേരം വിരൽ ചൂണ്ടുന്നതുകൊണ്ടായിരിക്കും. അത് ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ പറയേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം അതുകൊണ്ട് പുള്ളിക്ക് ഒരു സഹിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല, ഞാൻ ലൊക്കേഷന് പോയി. അപ്പം അങ്ങനെ വാർത്തകൾ ഒരു ലൊക്കേഷനിലേക്ക് എത്താൻ കുറച്ച് സമയം വൈകും. അത് മറ്റത് അപ്പൊ തന്നെ അല്ലേ പോയപ്പോ ചോദിക്കണം എന്റെ റോൾ. അതെ, എന്നെ വിളിക്കുമ്പോ തന്നെ ചോദിക്കുന്നു എന്താ പറയൂ. ഒരാൾ ഓപ്പോസിറ്റ് നിന്നിട്ട് പിന്നെ ഞാൻ മത്സരിച്ച് ജയിച്ചിട്ട് ഞാൻ വരാം. അതിന്റെ ആവശ്യം എന്താ? നമ്മൾ നിൽക്കുന്ന നിലക്ക് നിന്നാൽ സേഫാണ്. ഇത്രയും സേഫായ വേറൊരു സ്ഥലമില്ല എന്ന് ഞാൻ പറയും. ലാലിന്റെ ഒക്കെ തമാശകൾ ഉണ്ടാവുമല്ലോ, ഇപ്പൊ പറയില്ല അങ്ങനത്തെ തമാശകളൊക്കെ പറഞ്ഞാൽ പ്രശ്നമാവും. അതല്ലാതെ പുറത്തുനിന്ന് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ നമുക്ക് ശത്രുത വരുന്ന കാര്യങ്ങളാണ് അവരോട് നേരിട്ട് പറയുക എന്നുള്ളത്. ഒരു കഥാപാത്രം കിട്ടി അതൊന്നും നന്നാക്കാൻ പോലും ശ്രമിക്കുന്ന ആർട്ടിസ്റ്റുകൾ കുറവാണ്. നീ അങ്ങനെ പറഞ്ഞാൽ ഞാനിങ്ങനെ പറയുന്നു അത് നടന്മാര് ചെയ്യും. കുറച്ചുപേരെങ്കിലും ഇങ്ങനെ ഇടപെടുന്നവരുണ്ടായിരുന്നു അല്ലേ? സ്ഥിരമായിട്ട് എന്നോട് ഇന്നസെന്റ് ചേട്ടനൊക്കെ ചോദിക്കും, മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ഒരു കുടുംബജീവിതത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ അത് നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ മാറി കഴിഞ്ഞപ്പോൾ കുറ്റങ്ങൾ ഒത്തിരി കേൾക്കേണ്ട വന്നു, ഒത്തിരി പഴികൾ പറഞ്ഞു. അതെങ്ങനെയാണ് തരണം ചെയ്തത്? ഞാനത് ശ്രദ്ധിക്കാറില്ല. കാരണം നമ്മൾ ചെയ്തു അത് കഴിഞ്ഞു. ഇതിനെപ്പറ്റി നമ്മളോട് നേരിട്ടല്ലല്ലോ പറയാം. അപ്പം നമ്മൾ കേൾക്കാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ. ഒരാളൊരു ഇത് പിരിയണമെങ്കിൽ കാരണങ്ങളുണ്ടാവില്ലേ? പിന്നെ തീർച്ചയായിട്ടും അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആ വഴിക്ക് തന്നെ വിട്ടു അല്ലേ? അതിൽ നിന്നും കരകയറി വരാൻ ഒത്തിരി നാളെടുത്തോ? ആ മോന് കുറച്ചു കാലം എൻ്റെ അടുത്ത് നിന്ന് പിരിഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്നു, 2-3 വർഷം. അത് ടെൻഷനായിരുന്നു. അത് വിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അതൊന്നും പ്രശ്നമില്ല. പിന്നെ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് പുള്ളി ഒന്നും പറഞ്ഞിട്ടില്ല ആരോടും. 100%. അതെ, ഒരിക്കലും. അപ്പം അങ്ങനത്തെ ഒരു ഇതൊന്നും. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇപ്പോഴും ചിലരത് തന്നെ അംഗീകരിക്കുന്നു, വേറെ ഒന്നും അംഗീകരിക്കില്ല. ഇപ്പോഴും ആൾക്കാർ അത് പറയും വന്നിട്ട്. അപ്പം അങ്ങനെ കുഴപ്പമില്ല. അതിൽ നല്ലൊരു മോനുണ്ട്, ജിത്തിൻ. ചെറിയ ആളെ പേര് നിതിൻ. 2 മക്കളുണ്ട്. പിന്നെ ആ മോന് 2 കുട്ടികളുണ്ട്, പേരക്കുട്ടികൾ. അവളിപ്പോൾ ഭയങ്കര തുള്ളിച്ചാടി നിൽക്കുകയാണ് അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ എന്നെ അഭിനയിക്കാൻ വിടാൻ ഭയങ്കര മടി. എനിക്ക് ഭയങ്കര അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് ആങ്ങളെൻ്റെ അടുത്ത് നിന്ന്. അതൊക്കെ കുറേ ഇതിൽ വന്നതായതുകൊണ്ട് അന്ന് പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അവൾ അഭിനയിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ എനിക്ക് ടെൻഷനാണ്. ഞാൻ മരുമകളോട് എപ്പോഴും പറയും, സലീന എന്ന പേര്, ഞാൻ പറയും സിനി ശ്രദ്ധിക്കണേ, കുട്ടീനെ ശ്രദ്ധിക്കണേ. കാരണം ചെറിയ കുട്ടികൾ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് ഒന്നുമല്ല അവർ പോയി ഇരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുക. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ ഇവർ പോവുക. അപ്പം ഞാൻ എപ്പോഴും പറയാം, അപ്പോൾ എനിക്ക് എൻ്റെ ആങ്ങൾ അന്ന് പറഞ്ഞത് എനിക്കിപ്പോൾ ഓർമ്മ വരും. നമുക്ക് ആ ഒരു ടെൻഷനായി കുട്ടികളെ വിടുമ്പോൾ. അപ്പോൾ അവളിപ്പോൾ അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അമ്പിളിച്ചേട്ടൻ്റെ കൂടെ ഇപ്പോൾ വരുന്നൊരു സിനിമയല്ലേ അതിൽ. പക്ഷേ സേഫാണ്, സിനിമ സേഫാണ്. നമ്മൾ നിൽക്കുന്ന നിലക്ക് നിന്നാൽ സേഫാണ്. ഇത്രയും സേഫായ വേറൊരു സ്ഥലമില്ല എന്ന് ഞാൻ പറയും. കാരണം അവർ വിളിച്ചു കഴിഞ്ഞ് നമ്മൾ കാറിലാണെങ്കിൽ കാറിൽ, ട്രെയിനിലാണെങ്കിൽ ട്രെയിനിൽ, ഇനി ഫ്ലൈറ്റിൽ പോകണവർ അങ്ങനെ എന്തായാലും നമ്മൾ പോയി ഇറങ്ങുന്ന സമയത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഡ്രൈവർമാർ. കൊണ്ടുപോയി നമ്മൾ സുരക്ഷിതമായ നല്ല ഹോട്ടലിൽ താമസിപ്പിക്കുകയുള്ളൂ. അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ച് തൊട്ടടുത്തൊക്കെ നമ്മൾ ആൾക്കാർ തന്നെ ഉണ്ടാവും. അമ്മയാണെങ്കിൽ അമ്മ വരാം, അച്ഛൻ വരാം. അങ്ങനെയുള്ള ഏത് ജോലി സ്ഥലമാണ് ഉള്ളത്? നമ്മൾ നിൽക്കേണ്ടിടത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല സുരക്ഷിതമുള്ള സ്ഥലം തന്നെയാണ്. അതല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല.
അത് ശരിയാണ്. നമുക്ക് ഭക്ഷണത്തിന് ഭക്ഷണം, അതെ അല്ലേ, ആ കറക്റ്റ് എന്ന് സമയത്ത് വിചാരിച്ചിട്ട് ഭക്ഷണം. അവിടെയൊന്നും നടക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം കേട്ടോ. അല്ല ഞാൻ പറഞ്ഞു, നമ്മൾ നിൽക്കുന്നത് നിൽക്കണം. കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ പലതും പിന്നെ നടക്കും. സിനിമ എന്താണെന്നറിയാതെ വന്നു പെടുന്ന കുറേ ആൾക്കാരുണ്ടാവും. ഇതാണ് സിനിമ എന്ന് വിചാരിച്ച് അകത്തേക്ക് വരുന്ന ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് പിന്നെ പാവപ്പെട്ട പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് പ്രതികരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവാം. നമ്മൾ പലപ്പോഴും പറയാം അന്ന് പ്രതികരിച്ചു, അതൊന്നും പറയാൻ പറ്റില്ല. അവിടെ ഒരു സാഹചര്യം എന്താ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ കാര്യം മാത്രം പറയാം. എനിക്ക് എന്തായാലും നല്ല തന്നെ ഉണ്ടായിട്ടുള്ള സിനിമയിൽ നിന്ന് ഞാനൊരു സിനിമ നടി എന്ന് വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും അഭിമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ എപ്പോഴായാലും നാടകത്തിലായാലും സിനിമയിലായാലും ഒക്കെ തന്നെ എല്ലാ മേഖലയിലും കൈവയ്ക്കുകയും ചെയ്തു. ഇപ്പോൾ ഡയറക്ഷൻ, അതെ അല്ലേ, അതിലേക്കും നിർത്തണം. ഇപ്പോൾ ഡയറക്ഷൻ ചെയ്തു, ഞാൻ എഴുതി ഡയറക്റ്റ് സംവിധാനം ചെയ്ത് സർക്കാരിൻ്റെ OTT എത്തി. അതെ, അതൊരു ഭാഗ്യമല്ലേ? ഭയങ്കര ഭാഗ്യം. ആദ്യം ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരും അത് വിശ്വസിക്കണം എന്നില്ല. നമ്മൾ എഴുതുന്നോ സംവിധാനം ചെയ്യുന്നോ അത് നന്നായാൽ നന്നായി എന്ന് മാത്രം പറയും. അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കില്ലേ, എന്ത് കാര്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന റോള് വെച്ചിട്ട് നമ്മളെ വിലയിരുത്തും ആൾക്കാർ, അല്ലേ? അതെ അതെ. അപ്പോൾ അങ്ങനെയുണ്ട്. അത് അന്ന് ഇപ്പോൾ യൂട്യൂബിലും കിടക്കുന്നുണ്ട്, എല്ലാവരും നല്ല അഭിപ്രായമാണ് കണ്ടവരൊക്കെ പറയുന്നത്. എന്താണ് അങ്ങനെ ഒരു മേഖലയിലേക്ക്, സംവിധാനത്തിലേക്ക് പോകാമെന്ന് ചിന്തിച്ച് കുറേ നാളുകളായി ചിന്തിക്കുന്നു? അത് ഞാൻ കൊച്ചു കൊച്ചു നാടകങ്ങളൊക്കെ എഴുതുമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതി. അത് പിന്നെ ഞാനൊരാൾക്ക് ആദ്യമായിട്ട് അയച്ചു കൊടുക്കുന്ന അനൂപിനാണ്. അനൂപ് കണ്ടപ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ വായിച്ചിട്ട് അതൊരു ഭയങ്കര, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ല, ഞാൻ അയച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. അതാ കറക്റ്റ് സമയത്ത് വന്നു. നമ്മളത് ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ തന്നെ ലോക്ക്ഡൗൺ ആയി. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അവിടെ ഇങ്ങനത്തെ സംഭവം പുറത്ത് നടക്കുന്നുണ്ടെന്ന്. നിലമ്പൂർ ഉള്ളിലേക്കൊരു സ്ഥലത്തായിരുന്നു, കരുവാരിക്കുണ്ട് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഷൂട്ടിങ്. നമ്മൾ അറിയ പോലും ഇല്ല, അവിടെ ഫോണൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ അറിയുന്നില്ല പുറത്ത് നടന്ന ന്യൂസൊന്നും. ഇത് നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് ലോകം മുഴുവനും പിന്നെ കൊറോണ എന്ന് പറഞ്ഞ സാധനം, ലോക്ക്ഡൗൺ എന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ടാണ് അത് നമുക്ക് തിയേറ്ററിൽ വരുത്താൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് തിയേറ്ററൊക്കെ അടച്ചു പൂട്ടി. പിന്നെ അതിൻ്റെ ഒരു സമയം കഴിഞ്ഞ് പിന്നെ OTT കൊടുത്തു. അതും അങ്ങനെ. ഇനി ഒരു സിനിമയൊക്കെ ഡയറക്ഷൻ ചെയ്യണ്ടേ? പിന്നെ ഇനിയിപ്പോൾ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുക, എഴുതിക്കൊണ്ടിരിക്കുകയാണ്, വർക്കിലാണ്. പിന്നെ അതിലിടക്ക് ഞങ്ങൾക്കൊരു നാടകം ചെയ്യാനൊരു ചെറിയ പരിപാടി, ആർട്ടിസ്റ്റുകളെയും കൂടെ വെച്ചിട്ട് അതിൻ്റെ അതും കൂടെ ഉണ്ട് മനസ്സിൽ. ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്നാണ് സിനിമയ്ക്ക് വരുന്നത്. ഒത്തിരി പ്രതിസന്ധി ഉണ്ടാകും നാടകത്തിലും സിനിമയും. അത്തരമൊരു പഴി കേട്ടിട്ടുണ്ടോ പേരൻസ് ചിലപ്പോൾ, അല്ലേ? ഉണ്ടാവും. കാരണം പക്ഷേ ഞാൻ വന്ന സമയത്തൊക്കെ കുറച്ചും കൂടി മാറിയിട്ടുണ്ട്. ഇളയമ്മയൊക്കെയാണ് ഭയങ്കരമായിട്ട് അനുഭവിച്ചിട്ടുള്ളത്. നിലമ്പുറേഷ ഇളയമ്മ ഐഷാത്ത ആണ് ശരിക്കും അതൊക്കെ അനുഭവിച്ചത്. നമ്മളൊന്നും അങ്ങനെ അനുഭവിക്കാൻ നമുക്ക് അങ്ങനത്തെ ഒരു ഉണ്ടായിട്ടില്ല തോന്നുന്നു. ഐഷാത്ത ഒരു ധൈര്യമായിരുന്നു. അതെ അല്ലേ? എനിക്ക് അടി കിട്ടിയിട്ടുണ്ട്, ആങ്ങളൻ്റെ അടുത്തുനിന്നൊക്കെ അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ പുറത്തുനിന്ന് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ എന്താ, മുസ്ലിം പെൺകുട്ടികളൊക്കെ നല്ല സ്ട്രോങ് അല്ലേ? ഇപ്പോഴത്തെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്. അല്ല, അങ്ങനെയാണ് വേണ്ടത്. അതെ, കാലം മാറുകയാണ്. കാലം മാറി. ഒക്കെ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള കുട്ടികളല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കേരളത്തിലേക്കായല്ലോ സിനിമ മൊത്തം. വേറെ സ്ഥലത്ത് പോകാമെന്നില്ലല്ലോ, നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ പോയിട്ട് രാത്രി വീട്ടിലേക്ക് വരാം. അതെ, ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയല്ലോ സിനിമ. അതെ, പണ്ട് അങ്ങനെയല്ലല്ലോ. ഒരു സിനിമയിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോകുമ്പം നമ്മൾ അടുത്ത ക്യാരക്ടറിലേക്ക് മാറണം കേട്ടോ. അങ്ങനെയാണല്ലോ പോകുന്നത്. അതിന്റെ സ്റ്റഡി എങ്ങനെയായിരിക്കും? അങ്ങനെ ഒരു സ്റ്റഡി ഒന്നുമില്ല. അതവിടെ പോവുക, അവിടുത്തെ എന്താ ചെയ്യുക. കഥ കേൾക്കാറുണ്ടോ ഫുള്ള്? അന്ന് ഇപ്പം നമുക്ക് മെയിൻ റോളിൽ വരുന്നൊരു ക്യാരക്ടറാണെങ്കിൽ കഥ പറയും. അല്ലപ്പോൾ ഒരു കുറച്ച് 2, 3, 4 ദിവസത്തേക്കാണെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ഒരു സാധനം പറയുന്നല്ലാതെ മറ്റുള്ള ഒന്നും പറയാൻ സാധ്യത കുറവാണ്. നേരെ മറിച്ച് വലിയ റോളാണ് വരുന്നെങ്കിൽ അത് പറയും. നമുക്ക് ഇഷ്ടപ്പെടാതെ കഥകൾ മാറ്റി വിട്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ. കേട്ടിട്ട് ഇഷ്ടപ്പെടാതെ കഥ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടാവില്ല സിനിമകൾ? വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇല്ലേ? കഥ ഇഷ്ടപ്പെടാഞ്ഞിട്ടൊന്നുമല്ല. പണ്ട് പിന്നെ രഞ്ജിത്ത് എഴുതിയ ഒരു ജോർജ് കുട്ടി, കെയർ ഓഫ് ജോർജ് കുട്ടി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എന്നെ വിളിച്ചു. കോഴിക്കോടാണ് ഷൂട്ടിങ്. അതൊക്കെ നമ്മുടെ അറിവില്ലായ്മ കേട്ടോ. അന്നൊന്നും സിനിമ വളരെ സീരിയസ് ആയിട്ട് ഞാൻ എടുത്തിട്ടുമില്ല. നമ്മൾ സിനിമ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടാകുമല്ലോ. അന്ന് അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് എന്നോട് ഇതൊക്കെ പറഞ്ഞു തന്നു, കഥ ഇതൊക്കെ പറഞ്ഞു തന്നപ്പോൾ അതിലൊരു സ്ത്രീ ഉണ്ട്. അവരെയും പിന്നെ
ഉണ്ണിമേരി. ഉണ്ണിമേരി നല്ല വണ്ണമുള്ള സമയമാണ് ആ സിനിമ ചെയ്യുന്ന സമയത്ത്. ഉണ്ണിമേരിൻ്റെ ചേച്ചിയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നല്ല മെലിഞ്ഞൊക്കെ നിൽക്കുകയാണ്. ഉണ്ണിമേരിക്കൊന്നും പ്രായമൊന്നുമില്ല കേട്ടോ, പക്ഷേ നല്ല വണ്ണത്തിലുണ്ട്. അപ്പോൾ ചേച്ചി, ഉണ്ണിമേരിൻ്റെ ചേച്ചി എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചു, അയ്യോ ചേച്ചി റോളാകുമ്പോൾ പിന്നെയും തലയൊക്കെ നിരപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുമല്ലോ അത്. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല. ഞാൻ ലൊക്കേഷനിൽ പോയി. ലൊക്കേഷന് ഞാൻ പോയിട്ട് അയ്യോ അവരൊക്കെ എന്തായി ചെയ്തെന്ന് തന്നെ. പിന്നെ കുറേ കാലത്തിന് ശേഷം ഞാൻ ചെഞ്ചിത്ര കണ്ടേ. കുറേ കാലത്തിന് ശേഷം ഒരു ട്രെയിൻ കയറാൻ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അയ്യോ ഞാനത് ചെയ്ത് ഭയങ്കര മോശമായിപ്പോയി. മനസ്സിലായി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ബുദ്ധിമോശം കൊണ്ട്. പിന്നീട് ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അത് അത്ര വലിയ റോളൊന്നും ആയിരുന്നില്ല. എനിക്ക് നിരാശയും തോന്നിയിട്ടില്ല. പിന്നെ വിട്ടിട്ട് പോയ റോളും എനിക്ക് നിരാശ തോന്നിയിട്ടില്ല. ഞാൻ പോയത് കുശുബു ചെയ്യുന്ന ഒരു ക്യാരക്ടറുണ്ട്, സിനിമാ നടിയായിട്ട്, ഒരു മാനത്തെ കൊട്ടാരം. ദിലീപിന്റെ ഒക്കെ ആദ്യത്തെ സിനിമകളായിട്ട് വരുമല്ലോ. അതെ, എല്ലാവരും ഉള്ളത് മാനത്തെ കൊട്ടാരം. ആ സിനിമ ചെയ്യുന്ന സമയത്ത് ദിലീപൊക്കെ അങ്ങനെ കയറി വരുന്ന സമയത്താണ്. അപ്പോൾ കുശുബു മലയാളത്തിലേക്ക് വരുന്നു പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എന്നെ വിളിച്ചപ്പോഴേ ഞാൻ ചോദിച്ചു, ഈ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കും എന്താണ് റോള് എന്നൊക്കെ ചോദിച്ചിട്ടേ പോവാറുള്ളൂ. അപ്പം നല്ല റോളാണ്, പിന്നെ കുശുബുവിൻ്റെ കൂടെ തന്നെയുള്ള റോളാണ്. എന്നാലും ഞാൻ പറയാം എന്താണെന്നാലും കുശുബുവിൻ്റെ കൂടെ തന്നെ എന്ന് പറയാം എന്താ റോള്, അതൊക്കെ ഇവിടെ വരുമ്പോൾ സംവിധായകൻ പറയുന്നത്. അപ്പോൾ ചെന്നു, എറണാകുളത്തായിരുന്നു ഞാൻ, കോഴിക്കോട് നിന്ന് എറണാകുളത്തെത്തി. ഇവിടെ വന്ന സമയത്ത് കഥ ഞാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ ചോദിച്ചു എൻ്റെയൊക്കെ ക്യാരക്ടർ എന്താ. അതിൽ പറഞ്ഞു കുശുബുവിൻ്റെ കൂടെ നിൽക്കുന്ന റോളാണ്. ഞാൻ ഡ്രസ്സൊക്കെ കൊണ്ടു തന്നപ്പോൾ നല്ല അടിപൊളി വിഗ്, മറിച്ച് സാരിയൊക്കെ നല്ല സ്റ്റൈലൻ ലുക്കിലൊക്കെയാണ് ഇവർ മേക്കപ്പ് ചെയ്തൊക്കെ. അപ്പോഴും ഞാൻ ചോദിച്ചു എൻ്റെ കഥാപാത്രം എന്താ ചോദിച്ചു. അതിൽ പറഞ്ഞു കുശുബു ഇതിലൊരു സിനിമാ നടിയാണ്. അപ്പോൾ കുശുബുവിൻ്റെ കൂടെ കുശുബുവിൻ്റെ എന്ത് കാര്യങ്ങളും സംസാരിക്കാൻ പറ്റുന്ന ഒരു സുഹൃത്ത് പോലെ ഉള്ള ഒരാളാണ്, ഒരു മാനേജറായിട്ടാണ്. ഞാൻ ആലോചിച്ചു മലയാള സിനിമയിൽ മാനേജറില്ലല്ലോ എനിക്ക്. ഞാൻ പറഞ്ഞു മലയാള സിനിമയിൽ മാനേജർ എന്നുള്ള പദവിയില്ല, ഞാൻ കണ്ടിട്ടില്ല ഇപ്പം ഇതുവരെ. പിന്നെ ഉള്ളത് ആയയാണ്, ആയയുടെ റോളാണോന്ന് ചോദിച്ചു. അല്ല ആയാലും ആയോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ശരി ബായ്, ഞാൻ പറയലു ഡ്രസ്സ് മാറ്റി. അല്ല ഡ്രസ്സൊക്കെ ഇട്ട് അപ്പുറത്ത് ഷൂട്ടിങ് ചെയ്ത് അവര് ലൊക്കേഷൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഞാൻ ഈ ചെയ്യുന്നത്. ഞാൻ പോകാന്ന് പറഞ്ഞു. ഞാൻ പോകലും കഴിഞ്ഞു, വണ്ടി വിളിക്കലും പോകലും ഒക്കെ കഴിഞ്ഞു. ഒന്നും ഡയറക്ടർ ഇങ്ങനെ നോക്കുന്നുണ്ട്. സുനിൽ ആണ് ഡയറക്ടർ. എന്തായി ചെയ്യുന്നത്? ഞാൻ പോയി, ഞാൻ ഒന്നും ആരോടും പറയുന്നില്ല. പിന്നെ ഞാൻ സിനിമ കണ്ടപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ ആരായിരുന്നു എനിക്ക് ഓർമ്മയില്ല. പുള്ളി ആൻ്റണി ഇരിങ്ങാലക്കുടയാണ്, എനിക്ക് ഓർമ്മയില്ല, പുള്ളിയാണ് തോന്നുന്നു. അപ്പോൾ ഞാൻ വിളിച്ചു, എങ്ങനെയുണ്ട് വെച്ച്. ചെയ്തത് നന്നായി എന്ന് പറഞ്ഞു. ഇതെന്താ സീനെന്നറിയോ? കുശുബു വരുന്നു, കുശുബുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവരെന്നോട് പറഞ്ഞെന്താ വെച്ചാൽ കുശുബുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആൾക്കാർ. അങ്ങോട്ടേക്ക് കുശുബുവിൻ്റെ കൂടെയുള്ള ആൾ വരും. ഭായ് ഇത്ര നല്ല ആളാണ് ഈ കുശുബു എന്തായിരിക്കും എന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനത്തെ പരിപാടിക്ക് ഞാനില്ല, കുശുബുവിനെ വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ വരില്ല എന്നിട്ടാണ് ഞാൻ പോരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സിനിമ കണ്ടു. സിനിമ ഞാൻ ആദ്യത്തെ ഷോയിൽ പോയി കാണാൻ. നേരെ ഓപ്പോസിറ്റാ, കുശുബുവിനെ വെയിറ്റ് ചെയ്യുന്ന ആൾ വേറൊരാളെ കാണുമ്പോൾ വേറൊരു ശബ്ദമല്ലേ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്നെ വിളിച്ച് പറഞ്ഞു ചേച്ചിയുടെ ശരിയാണ് ചെയ്തത്, കുഴപ്പമില്ല. അല്ല ആ സിനിമയിൽ ഇപ്പുറത്തെ സൈഡിൽ കുറേ ക്യാരക്ടർ ഉണ്ട്. എനിക്ക് ലളിത ചേച്ചിയും ബിന്ദു പണിക്കറൊക്കെ ചെയ്ത കുറേ നല്ല നല്ല റോളുകളാ, വലിയ ക്യാരക്ടർ ഉണ്ട്. അതെ, അതിലേതെങ്കിലും ആണെങ്കിൽ നല്ല സന്തോഷമല്ലേ. ഇതങ്ങനെയല്ല, ഇത് ഈ പാത്രം പിടിച്ച് പിന്നാലെ നടക്കുന്ന ഒരു സംഭവമാണേ. അത് നമ്മൾ നല്ല സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അതെ, എങ്കിലും അങ്ങനത്തെ ഒരു റോൾ, അല്ലെങ്കിൽ അതിന് അത്ര പ്രാധാന്യമുള്ള റോളായിരിക്കണം ആ റോള്. ആയതുകൊണ്ട് മോശം എന്നുള്ളതല്ല, പ്രാധാന്യം. എനിക്ക് ഒന്നാമത് ഇതാണ്, ഈ കുശുബുവിനെ വെയിറ്റ് ചെയ്ത് വെക്കുമ്പോൾ വേറൊരാളെ ഇറങ്ങി വരിക എന്ന് പറഞ്ഞ സാധനം എങ്ങനെയായിരിക്കും റിയാക്ഷൻ എന്നുള്ള നമുക്ക് ആലോചിച്ചാൽ അറിയാം. ഇങ്ങനെയൊക്കെ ഈ കോട്ടയം കുന്നച്ചിലുള്ള പച്ചക്കുളം വാസു അങ്ങനെ എന്തോ കോട്ടയം കുന്നച്ചിൽ എന്ന് പറഞ്ഞ പോലെ ഉദ്ഘാടനത്തിന് വന്ന് എന്ന് പറഞ്ഞ പോലെ സാധനമായി പോയി. അതുകൊണ്ട് അപ്പൊ എന്തിനാ വെറുതെ. അപ്പൊ അങ്ങനെയൊക്കെ അത് ചെയ്യാത്തതൊന്നും എനിക്ക് ഇപ്പോഴും മേക്കപ്പ് ഇട്ട് നല്ല കോസ്റ്റ്യൂം ഇട്ട് അതാ ഹെയർ ഒക്കെ ചെയ്ത് അന്നൊന്നും അതിനെപ്പറ്റി ഒരു ധാരണയില്ലല്ലോ. നമുക്ക് എന്തായാലും എന്താന്നുള്ള ചിന്താഗതിയാണ് അന്നൊക്കെ ഉള്ളത്. ഇപ്പോഴാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. ഇപ്പം ചോദിച്ച് മനസ്സിലാക്കി ശേഷം ചെയ്യും. അല്ല അപ്പം ഇത് അങ്ങനെ പോകുമ്പോഴേ മറ്റു ലൊക്കേഷനിലേക്ക് ചർച്ചയാവൂലേ? സിനിമത്ത് ഒന്നും മേക്കപ്പ് ഇട്ട് ഇറങ്ങിപ്പോയി ഉണ്ടാവും. എത്ര സിനിമകൾ പോയിട്ടുണ്ടാവും പറയാൻ പറ്റില്ല.
നമ്മൾ കേൾക്കുന്നില്ലല്ലോ പറയുന്നത്. അതുകൊണ്ട് കുറേ സിനിമകൾ പോയിട്ടുണ്ടാവും, അഹങ്കാരിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതാണ് ചോദിച്ചത്, അങ്ങനെ എത്ര സിനിമ ഇപ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാക്കിയാൽ അപ്പം തന്നെ വാർത്തയായി. ഇപ്പം അത് ഭയങ്കരമായിട്ട് പൊലിപ്പിച്ച് സോഷ്യൽ മീഡിയയിലായി, ഞാൻ ഉൾപ്പെടെ വലിയ വാർത്ത ചെയ്ത്. അതെ, ഇപ്പം അങ്ങനെ വാർത്തകൾ ഒരു ലൊക്കേഷനിലേക്ക് എത്താൻ കുറച്ച് സമയം വൈകും. അത് മറ്റത് ഇത് അപ്പം തന്നെ അല്ലേ, ആ പോണതൊക്കെ ഇപ്പം ഉണ്ടാവും, വീഡിയോ എടുത്തിട്ട് അപ്പം തന്നെ മൊബൈൽ എടുത്തിട്ട് അയച്ചു തരും, നമുക്കൊക്കെ കിട്ടും. അഹങ്കാരി അത് ഇത് ഇറങ്ങിപ്പോയി, മറിച്ച് പിന്നെ അവരുടേതായിട്ട് തലക്കെട്ടുകൾ വേറെ വരും. അപ്പോൾ അത് ഇന്നത്തെ കാലഘട്ടമാണെങ്കിൽ അത് വേറെ രീതിയിൽ പോകും. പക്ഷെ അന്ന് എന്തായാലും ഒരു സീനത്തൊന്നും ആക്ടർ എങ്ങനെ ഇറങ്ങിപ്പോൾ തൻ്റെ ഇടം കാണിക്കുന്ന ആ കാലഘട്ടത്തിലൊക്കെ അങ്ങനത്തെ സ്വഭാവമായിപ്പോയി. അത് നല്ലതല്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞു, ചെയ്യാൻ പാടില്ല. തിരിച്ചറിവ് ഉണ്ടായപ്പോൾ എല്ലാം നമ്മളങ്ങനെ ഒരു ലൊക്കേഷനിൽ എത്രങ്ങാനും. പക്ഷേ അത് എൻ്റെ അടുത്തല്ല കുറ്റം, ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ റോള് പറഞ്ഞിട്ടില്ല അവർ. ഖുഷ്ബുവിന്റെ കൂടെ ഉള്ളവരായിട്ട് ഫുൾ ടൈം ഉള്ള ഒലിപ്പിച്ചോണ്ടിരുന്നു. അതെ അത് പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ ചെന്നിട്ടും ഞാൻ ചോദിക്കുമ്പോഴും പറയുന്നത് ഇത് തന്നെ. അപ്പോൾ എനിക്ക് പിന്നെ സംവിധായകൻ്റെ അടുത്ത് പോയിട്ട് അതും എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ ചോദിച്ചു, ഈ ഡ്രസ്സ് ഇട്ടതിന് ശേഷം ഞാൻ ചെന്ന് ചോദിച്ചു, എന്താണ് ശരിക്കും ഇവരൊന്നും പറയുന്നില്ല, നല്ല റോളാണോ എന്ന് ചോദിച്ചു. എനിക്ക് എൻ്റെ എല്ലാ കഥാപാത്രങ്ങളും എനിക്ക് നല്ലതാണെന്ന് പറഞ്ഞു. അതാണ് മറുപടി. അതൊരു ശരിയല്ലല്ലോ. പിന്നെ ഞാൻ പോന്നു. അപ്പോൾ ഒത്തിരി സിനിമയെ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ? ഉണ്ടാവാം, എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു ഗ്യാപ്പൊന്നും ആ സമയത്തൊന്നും വന്നിട്ടൊന്നുമില്ല. സിനിമകളുള്ളതുകൊണ്ട് നമ്മൾ വേറെ സിനിമയും ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോഴൊക്കെയാണ് ഈ നിർമ്മാതാവിൻ്റെ അവിടെ സംഘടനയിൽ പരാതി, മറ്റേ അമ്മയിൽ പരാതി, രണ്ടുപേരും ഇരുന്നുള്ള ചർച്ച, അങ്ങനെ എത്ര ചർച്ചകൾ നടക്കാറുണ്ട്. അല്ല, അതിലും എനിക്ക് എൻ്റെ കാര്യം പറയാലോ, എന്നോട് പറയാൻ പറ്റും. കാരണം ഞാൻ എൻ്റെ ഇതിനകത്ത് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം പോയപ്പോ തൊട്ട് ചോദിക്കുകയാണ് എൻ്റെ റോൾ. അതെ, എന്നെ വിളിക്കുമ്പോൾ തന്നെ ചോദിക്കുന്നു, എന്താ പറയൂ. അപ്പൊ അവര് പറഞ്ഞില്ല, അവിടെ ചെന്നിട്ടും പറയുന്നില്ല. ആയെന്ന് പറയണം. അതെ, അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയി ചെയ്യാം അല്ലേ, നേരത്തെ അറിയാം ആയാണ് ഇത്ര സീനേ ഉള്ളൂ. അത് പറയാതെ വന്നപ്പോഴാണ് എനിക്ക് ചിരി. അതെല്ലാം ഇട്ടിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട്, അതാ ഡ്രസ്സൊക്കെ നല്ല അടിപൊളി ഡ്രസ്സായിരുന്നു കേട്ടോ, അതിലൊന്നും ഒരു സംശയമല്ല, നല്ല മേക്കപ്പ്. പിന്നെ ഞാൻ പോയ പടങ്ങൾ, നമ്മൾ ചെയ്യാൻ വിചാരിച്ച പടങ്ങൾ നമ്മളെ ലൊക്കേഷന് വേറൊരാളെ കൊണ്ട് ചെയ്യിച്ചതും ഉണ്ടായിട്ടുണ്ട്. അതും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു സിനിമയ്ക്ക് പോവുമല്ലോ, അപ്പോൾ അവിടെ ചെന്ന് മേക്കപ്പൊക്കെ വെയിറ്റ് ചെയ്യാണ്, വണ്ടിക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒറ്റപ്പാലത്താണ് ഷൂട്ടിങ്. അവിടെ പോയി ഞാൻ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ എനിക്ക് 7 മണിക്കാണ് ഷൂട്ടിംഗ് പറയുന്നത്. തലേദിവസം വന്നിട്ട് ഡ്രസ്സിൻ്റെ ഇതെല്ലാം എടുത്തു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേന്ന് രാവിലെ 7 മണിക്ക് ഷൂട്ടിംഗ് പറഞ്ഞു. ഞാൻ ഡ്രസ്സ് ചെയ്ത് കാത്തിരിക്കുന്നു, വണ്ടി വരുന്നില്ല. വണ്ടി വരാതപ്പോൾ ഞാൻ താഴത്തേക്ക് നോക്കുന്ന സമയത്ത് ഓരോരുത്തരായിട്ട് കയറി പോകുന്നുണ്ട്, എനിക്ക് മാത്രം വരുന്നില്ല വണ്ടി. അപ്പം ഞാൻ റിസപ്ഷനിൽ ചോദിച്ചു, എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് വണ്ടി വന്നിട്ടുണ്ടോ, ഇനി മിസ്സായിപ്പോയത്? ഇല്ല ചേച്ചി, പറഞ്ഞിട്ടില്ല, ചേച്ചിൻ്റെ പേരേ ഇന്നത്തെ അതിൽ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞാണ്. അപ്പം എനിക്ക് പെട്ടെന്ന് ഡൗട്ടായി. ഞാൻ ഒരു ആർട്ടിസ്റ്റ് കയറി പോകുന്നത് ഞാൻ കണ്ടു, ആ ആർട്ടിസ്റ്റിൻ്റെ പേരയിൽ ഉണ്ടായിരുന്നില്ല, അന്നത്തിലുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഡൗട്ടായി പെട്ടെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഇന്ന് എനിക്ക് വർക്ക് ഉണ്ടോ ചോദിച്ചു. അല്ല, അത് ചെറിയൊരു മാറ്റമുണ്ട്, ആ റോള് ഒരാൾ പറഞ്ഞു മറ്റേ ആൾ ചെയ്യണം എന്നിട്ട്, അതും പറയുന്നില്ല കേട്ടോ ഞാൻ പേര്. ശരിക്കും പറഞ്ഞ സിനിമയിൽ വളരെ ഇല്ല, വേറെ രീതിയിൽ നിൽക്കുക. അപ്പോൾ ഈ പറഞ്ഞ ആർട്ടിസ്റ്റിനെ വിളിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ചേച്ചിക്ക് വേറെ ക്യാരക്ടർ കൊടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അയാളെ നല്ല ടോപ്പായിട്ട് നിൽക്കുന്ന ആളാണ് ആ നടൻ. ആ നടനാണ് പറയുന്നത്, അതും നടനാണ് പറയുന്നത്. അപ്പം ഞാൻ വിളിച്ചു, ഞാൻ ചോദിച്ചു, ഇങ്ങനെ എന്താ, ഞാൻ ആ റോള് ചെയ്യാൻ വന്നതാണല്ലോ, എന്തുകൊണ്ടാണ് എൻ്റെ റോള് മറ്റേ ആൾക്ക് കൊടുത്തത്, എന്തുകൊണ്ടാണ് അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അല്ല, അത് സീനത്തിന് അത്ര നല്ല റോളല്ല, അതൊരു ചായക്കടക്കാരിയുടെ റോളാണ്, അപ്പോൾ അതിനേക്കാളും നല്ല റോള് വേറെ ഉണ്ട്, അപ്പോൾ അത് തരാനാണ് ഞാൻ പറഞ്ഞത്, ഇത് ചെയ്യേണ്ട എന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ശരിയായില്ലല്ലോ ചെയ്തത്, കാരണം ആ റോള് പറഞ്ഞിട്ട് ആ റോള് ചെയ്യാൻ തയ്യാറായി വന്ന ആളാണ് ഞാൻ, പിന്നെ ഞാൻ ചെയ്യേണ്ടെന്ന് പറയേണ്ട ആവശ്യം എന്തായിരുന്നു? അത് എന്നെ അറിയിച്ചതുമില്ല. പിന്നെ വേറെ റോള് ഞാൻ അവരോട് കഥ ചോദിച്ചു, എല്ലാം ചോദിച്ചു, എൻ്റെ റോൾ ഇതാണെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് അത് ചെയ്യാൻ തന്നെ വന്ന ആളാണ് ഞാൻ. അപ്പോൾ പിന്നെ അത് ശരിയായില്ല കേട്ടോ ചെയ്തത് എന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ഈ അടുത്ത റോളിനൊന്നും വെയിറ്റ് ചെയ്തില്ല, ഞാൻ പോന്നു.
നമ്മളെ വിളിച്ച റോളല്ല, പിന്നെ അത് എന്ത് റോളാന്ന് നമുക്കറിയില്ല. അങ്ങനെ മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. മാറ്റുകയാണെങ്കിൽ നമ്മളോട് പറയണ്ടേ. അതെ അതെ അതെ. നമ്മളെ വിളിച്ച റോള് മറ്റേതല്ലേ. അങ്ങനെയും നടന്നിട്ടുണ്ട്. ഈ നടന്മാർ അങ്ങനെ കുറേ നടന്മാർ കുറച്ച് പേരെങ്കിലും ഇങ്ങനെ ഇടപെടുന്നവരുണ്ടായിരുന്നു അല്ലേ? ഇടപെടുന്നവരുണ്ട് തീർച്ചയായിട്ടും, എല്ലാവരും അല്ല. ഞാൻ പറയാം കുറച്ച് പേരെങ്കിലും. ഇപ്പം അമ്പിളിച്ചേട്ടനൊക്കെ ആണെങ്കിൽ അമ്പിളിച്ചേട്ടൻ ആരാന്ന് പോലും ചോദിക്കില്ല കൂടെ അഭിനയിക്കുന്നത്. ആരാന്ന് പോലും പുള്ളി ചോദിക്കില്ല. അതാരായിക്കോട്ടെ, ഭാഗം നോക്കുന്നില്ല, ആ ഭാഗേ നോക്കില്ല. അപ്പോഴായിരിക്കും കാണുന്നത് പുള്ളി ആളാന്നുള്ളത്. അങ്ങനത്തെ നടന്മാരും ഉണ്ട്. ഇത് 2 ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ. അതെ കാര്യം മാറ്റാനൊന്നും പറ്റില്ല. പക്ഷേ അതന്ന് പിന്നെ ചെയ്തിട്ടില്ല, പുള്ളി ചെയ്തോന്നറിയില്ല. പക്ഷെ അതൊക്കെ നമുക്ക് ശത്രുത വരുന്ന കാര്യങ്ങളാണ് അവരോട് നേരിട്ട് പറയുക എന്നുള്ളത്. നമ്മൾ ഈ തുറന്ന് അവരോട് പറയുമ്പോഴേ അവർക്ക് നമ്മളോട് ദേഷ്യം തോന്നും. നമ്മൾ ശത്രുവായി മാറും, ശത്രുവായിട്ട് മാറുകയാണ്. നമ്മളെ മറ്റുള്ളവങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും വിലക്കപ്പെടുകയാണ്. അതെ, നമ്മൾ ചോദിച്ചതുകൊണ്ട്. അതെ, ചോദിച്ചുകൊണ്ട്. പക്ഷെ ചോദിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതെ, പക്ഷെ ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. നമ്മളെ സ്വഭാവമല്ലേ അത്. അപ്പം തന്നെ റിയാക്ട് ചെയ്യുന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ നടന്മാർ അങ്ങനെ നടിമാരും ഉണ്ടാകാറുണ്ട്. നടിമാരുണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അനുഭവത്തിൽ ആർട്ടിസ്റ്റുകളുടെ പേര് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല, പേരല്ല വെച്ച്. അല്ല, അങ്ങനെ എനിക്കില്ല. നടിമാരും ഇങ്ങനെ നമ്മളെ മാറ്റണമെന്ന് പറഞ്ഞു വരും, അങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. ഇല്ല, എനിക്ക് അങ്ങനെ അനുഭവം അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പം നടന്മാർ നമ്മൾ പേര് പറയാതെ പറഞ്ഞു പോയോണ്ട് ഞാൻ ചോദിച്ചാണ്. അങ്ങനെ നടിമാരും ഉണ്ടോ? അല്ല, നടികളൊന്നും ഈ പറഞ്ഞ പോലെ നടികൾ മേക്കപ്പിൽ ശ്രദ്ധിക്കുക എന്നല്ലാതെ എനിക്ക് തോന്നുന്നില്ല. അവർക്ക് വന്നിരുന്ന് കഴിഞ്ഞ് മേക്കപ്പിലാണ് കൂടുതൽ ശ്രദ്ധ. ഇപ്പോൾ ഒരു കഥാപാത്രം കിട്ടി, അതൊന്ന് നന്നാക്കാൻ പോലും ശ്രമിക്കുന്ന ആർട്ടിസ്റ്റുകൾ കുറവാണ്. നീ അങ്ങനെ പറഞ്ഞാൽ ഞാനിങ്ങനെ പറയുന്നു അത് നടന്മാർ ചെയ്യും. നടന്മാർക്കൊരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ കൂടിയിരുന്ന് ആ ഒരു ഇത് പൊലിപ്പിക്കാൻ നോക്കുക അവർ. അപ്പം ആർട്ടിസ്റ്റുകൾ, ലേഡി ആർട്ടിസ്റ്റുകൾ അങ്ങനെ ചെയ്യാറില്ല. ഒരു ഷോട്ട് കഴിഞ്ഞാൽ ഉടനെ കണ്ണാടി എടുക്കുക, മേക്കപ്പ് ചെയ്യുക, പോവുക, അല്ലെങ്കിൽ വാതിലടച്ചിരിക്കുക, കാരമൽ. അതാണ്. അപ്പോൾ നടികൾ അങ്ങനെ ഇടപെടൽ വളരെ കുറവായിരിക്കും. ഈ അമ്പിളിച്ചേട്ടൻ്റെ കാര്യം ഇപ്പോൾ നമുക്ക് വർഷങ്ങൾക്ക് ശേഷം കുടുംബസംഘം ഈ തവണ ജനറൽ ബോഡിക്ക് അമ്പിളിച്ചേട്ടൻ വന്നു. അതെ, അതൊക്കെ നിങ്ങളെയൊക്കെ സംബന്ധിച്ച് വലിയൊരു പിന്നെ അല്ലേ? അമ്പിളിച്ചേട്ടൻ സംസാരിച്ച് ഞാൻ കണ്ട് വീഡിയോയിലൊക്കെ കണ്ട് സംസാരിക്കുന്നു. ഓർമ്മ ഉണ്ടോന്നൊക്കെ ചോദിച്ചു. അങ്ങനെ കാണിച്ചു. ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. സംസാരിക്കില്ലല്ലോ. സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു എൻ്റെ കൊച്ചുമോൾ കണ്ടിട്ടോ കൂടെ അഭിനയിക്കുന്നത്. അപ്പോൾ ചിരിച്ച് അല്ലേ? ഈ അമ്പിളിച്ചേട്ടൻ്റെ കൂടെ അഭിനയിച്ച സിനിമയിൽ ഏറ്റവും ഓർമ്മ തന്നെ ആരായിരിക്കും? തിരുത്തൽവാദി നല്ല റോളായിരുന്നു. പട്ടാഭിഷേകം എനിക്ക് ഓർമ്മ ഉണ്ട്. അത് ഇതുപോലെ തന്നെ അതിൽ നല്ല റോളാണ് എന്നൊക്കെ ചെല്ലുന്നത് പാട്ടിലൊക്കെ ഉണ്ടല്ലോ. അത് പക്ഷേ അങ്ങനെ കുറേ ദിവസങ്ങൾ ഷൂട്ടിംഗ് ഉണ്ട്. അത് നിറയെ ആർട്ടിസ്റ്റുകളാണ്. ഇന്നത്തെ പോലെ അല്ല, കുടുംബ കഥകളാണ്. പണ്ടത്തൊക്കെ തറവാട് സീനുകളാണ് ഉണ്ടാവുക. അപ്പോൾ ആ തറവാട്ടിൽ കുറേ കൂട്ടുകുടുംബമാണ്. അപ്പോൾ ആ കൂട്ടുകുടുംബത്തിൽ കുറേ സ്ത്രീകളുണ്ടാവും, കുറേ ആണുങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളൊക്കെ ഉണ്ടാവും അതിൽ. അപ്പോൾ ഈ പട്ടാഭിഷേകത്തിൽ ഓരോ ദിവസം ഇതുപോലെ നല്ല നല്ല പട്ടുസാരി അത് ഇത് ഒക്കെ ഇട്ടിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഡയലോഗേ ഇല്ല, ഡയലോഗ് വരുന്നില്ല, സീൻ ഇങ്ങനെ വരുന്നുണ്ട്. അവസാനം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഡയലോഗ് വന്നു. അപ്പം ഞാൻ പറഞ്ഞു, അനിൽ ബാബുവാ, ഞാൻ പറഞ്ഞു എനിക്ക് ഡയലോഗ് ഉടക്കും കേട്ടോ എന്ന് പറഞ്ഞു. ഇത്ര ദിവസം മിണ്ടിയിട്ടില്ലേ, ഇനി പറഞ്ഞ ഡയലോഗ് ഉടക്കും. അയ്യോ, അതിൽ ഡയലോഗേ കുറച്ച്. പക്ഷേ ആ സോങ്ങൊക്കെ നല്ല സോങ് ആയിരുന്നല്ലോ. അതെ, പക്ഷെ ഇങ്ങനെ നിൽക്കും, സിനിമയിൽ മൊത്തം നിൽക്കും ആ കഥാപാത്രം. അനിൽ ബാബുവിൻ്റെ പടത്തിലും ഞാൻ നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ടല്ലേ. പക്ഷേ ഒത്തിരി ചരിത്രം ഉണ്ടല്ലോ അല്ലേ? ജീവിത ചരിത്രങ്ങൾ സിനിമയുടെ സംസാരിക്കുകയാണെങ്കിൽ എന്തോരം നേരം സംസാരിക്കാനുണ്ടാവും നമുക്ക്. ഇപ്പം നമ്മൾ ഓരോന്ന് പറയുമ്പോൾ ഓരോന്ന് ഓർക്കുക. അങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോഴേ നമുക്ക് ഓർക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഓർമ്മ വരില്ല. പ്രത്യേകിച്ച് എനിക്ക് ഇപ്പം പല കാര്യങ്ങളും ഓർത്തെടുത്തു. അതെ, നമ്മൾ എവിടെയോ പോയിട്ടങ്ങ് വരുമ്പോൾ ആ സാധനങ്ങൾ കിട്ടും. എനിക്ക് അതിൽ നിന്ന് പിന്നെ ചോദിക്കാൻ പറ്റുന്നു. അതെ, അതാണ് എനിക്കും കിട്ടുന്ന ഒരു ഉപകാരം. നമ്മളൊന്ന് എഴുതി തയ്യാറാക്കി ചിട്ടപ്പെടുത്തി വന്നതല്ല. കറക്റ്റ്. ഈ നമ്മൾ പറഞ്ഞു വെച്ചത് മറ്റേ രഞ്ജിതന്റെ സിനിമ ഡയറക്റ്റ് ചെയ്ത് ചന്ദ്രോത്സവം എന്ന് പറഞ്ഞ ലാലേട്ടും മീനയും. അതെ, അന്നൊന്നും കാരവണില്ലല്ലോ. ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും കൂടെ വട്ടത്തിൽ ഒരു മനയുണ്ട് ഇവിടെ, ഒറ്റപ്പാലം മന. അവിടെയാണ് ഷൂട്ടിങ്. അവിടെ ഒരു വലിയ മാവുണ്ട്. ആ മാവിൻ്റെ താഴെയാണ് ഞങ്ങളെല്ലാവരും ഇരിക്കുക. പിന്നെ വട്ടത്തിൽ ചെയറിടും. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഭയങ്കര വർത്തമാനങ്ങളെല്ലാവരും. ഷൂട്ടിങ്ങിന് വിളിച്ചാൽ ഒക്കെ ഉണ്ടെങ്കിൽ ഷോട്ട് കഴിയും ഇവിടെ തന്നെ വന്നിരിക്കും. ഷോട്ട് കഴിയും ഓടി വരാൻ താല്പര്യം അങ്ങോട്ടേക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ, അപ്പോൾ ലാല് വരെ വന്നിട്ട് അവിടെ ഇരിക്കും.
അവിടെ ഇരുന്ന് സംസാരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ഗാന്ധിമതി ബാലൻ അവിടെ കല്യാണം പറയാൻ വേണ്ടി വന്നു. മോളുടെ കല്യാണമാണ്, ക്ഷണിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അവിടെ തൊട്ടടുത്തൊരു കാറ് നിർത്തിയിരുന്നു. ആ കാറിൻ്റെ മുകളിൽ ചാരി നിന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക. അപ്പം എനിക്ക് ഈ സാരി ഇങ്ങനെ ചവിട്ടി പിടിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. എവിടെ പോയാലും സാരി ചവിട്ടി ഇങ്ങനെ പിടിക്കുന്നൊരു ശീലം, താഴെ ഇട്ടിട്ട് അങ്ങനെ ഒരു ശീലം ഉണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ കസേരയിൽ അതിങ്ങനെ ചെയ്തിട്ടുണ്ട്. ബാലൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക. പെട്ടെന്ന് ബാലൻ്റെ കാലിനുള്ളിലൂടെ ഒരു വലിയ പാമ്പ്, കാരണം അവിടെ കാടുള്ള സ്ഥലമാണ്. ആ കാടൊക്കെ വെട്ടി, ആ പ്രദേശം മൊത്തം വെട്ടിയിട്ടാണ് ഇവിടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആക്കിയത്. പാമ്പ് സ്ഥിരം വരുന്ന സ്ഥലമായിരിക്കും, പെട്ടെന്ന് വന്ന് വിട്ടതാ ഈ സ്ഥലത്തേക്ക്. വന്ന് നേരെ വന്നിട്ട് എൻ്റെ ഈ ചെരുപ്പ് ഇങ്ങനെ വെച്ച് ഉണ്ടല്ലോ, ഈ ഇതിൻ്റെ ഉള്ളിലൂടെ അങ്ങ് കയറി പാമ്പ് അങ്ങ് കയറലും ഒരു പെടക്കല അതിൻ്റെ ഉള്ളിൽ കിടന്നു. ഈ പെടക്കല അയ്യോ എന്ന് പറഞ്ഞാൽ ഞാൻ കാലം കൊണ്ട് കുടയിലും ഇത് വായുവിൽ കറങ്ങി പോയിട്ട് അവിടെ വീണു. അപ്പം അതിൻ്റെ അർത്ഥം എൻ്റെ കാലിൽ ചുറ്റിയിട്ടാവാം, അല്ലെങ്കിൽ അത് വീഴില്ലല്ലോ. ഞാൻ കരച്ചിലോട് കരച്ചിൽ, എല്ലാവരും പടച്ചിരിയും ബഹളം, അയ്യോ പാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ലാലിൻ്റെയൊക്കെ തമാശകൾ ഉണ്ടാകുമല്ലോ, ഇപ്പം പറയില്ല അങ്ങനത്തെ തമാശകളൊക്കെ, ഇപ്പോൾ പറഞ്ഞാൽ പ്രശ്നമാവും. അങ്ങനത്തെ കുറേ തമാശകൾ വരെ അങ്ങോട്ട് പറയുന്നത്. ഞാനാകെ നാണം കെട്ട്. അതൊക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസം കഴിഞ്ഞു, എല്ലാവരും പോയി. പിറ്റേ ദിവസം ഞങ്ങൾ ഷൂട്ടിങ്ങിന് വരികയാണ്. അപ്പം ഞാൻ കയ്യിലൊരു ബാഗ് ഉണ്ടാവും, ആ ബാഗ് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും സ്ഥലത്ത് സുരക്ഷിതമായിട്ട് വെക്കും. അങ്ങനെയാണ് പതിവ്. അന്ന് ഞാൻ എൻ്റെ ഹാൻഡ് ബാഗ് കൊണ്ടുപോയിട്ട് ഒരു അടുക്കളൻ്റെ ഒരു വശത്ത് കൊണ്ടുപോയി വെച്ചു. ഞാൻ വന്നിരുന്നു, ഇതുപോലെ വർത്തമാനമാണ്, ഭയങ്കര വർത്തമാനത്ത് കൂടുന്നു ചിരിക്കുന്നു. അപ്പോഴത്തേക്ക് ഈ പാമ്പിൻ്റെ വർത്തമാനം ശ്രീരാമേട്ടനൊക്കെ എടുത്തിട്ടു. സീനത്തെ ഇന്നലത്തെ പാമ്പല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ് പേടിപ്പിക്കല്ലേ ശ്രീരാമേട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഞാനും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഇവർ ഈ പാമ്പിൻ്റെ വർത്താനം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീരാമേട്ടൻ പറഞ്ഞു, നിന്റെ ബാഗ് എവിടെയെന്ന് വെച്ചു. ഞാൻ ബാഗ് അവിടെ അടുക്കളൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ വെച്ചോ? അവിടേക്ക് എത്ര കാലമായിട്ട് ആൾക്കാരും ഉപയോഗിക്കാതെ നിൽക്കുന്ന സ്ഥലമാണ്, നീ പോയി കൊണ്ടുവന്ന് അതിൽ വല്ല വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ചെറിയൊരു കമ്മലുണ്ടെന്ന് പറഞ്ഞു. കമ്മലൊന്നും വെക്കണ്ട കേട്ടോ അവിടെ, അതൊക്കെ ആരെങ്കിലും എടുത്തോണ്ട്, നീ എടുത്തു നോക്ക്, ചിലപ്പോൾ നിൻ്റെ കമ്മലൊന്നും ഇതിൽ കാണില്ല, നീ എടുത്തോണ്ടിരുന്നു. അവൻ ഞാൻ പറഞ്ഞു അങ്ങനെ ആരും എടുക്കാനും, നീ പോയി എടുത്തിട്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചോ, ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ മതി, കസേരയിൽ വെച്ചോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ശരിയായിരുന്നു. ഞാൻ പോയി നേരെ കൊണ്ടുവന്ന് ബാഗ് കൊണ്ടുവന്നിട്ട് ഞാനവിടെ വെച്ചു. കമ്മലുണ്ടോ ഇല്ലെന്ന് വെച്ചു. പറഞ്ഞു അതിലുണ്ടാവും എന്ന് പറഞ്ഞു. നോക്കിക്കടോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ കാണൂല കേട്ടോന്ന്. ഞാൻ ഈ സിബ് ഇങ്ങനെ അങ്ങോട്ട് തുറക്കൽ, ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു പാമ്പും കൊണ്ട് പുറത്തേക്ക് പിടിച്ചാണ്. എൻ്റെ അമ്മോ എന്ന് പറഞ്ഞാൽ ഞാൻ കരഞ്ഞ്. അപ്പോഴത്തേക്ക് അവിടെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുക തൊട്ടപ്പുറത്ത്. എല്ലാവരും ഇവിടെ ക്യാമറയൊക്കെ ഇട്ട് ഓട്ടി വന്ന് നോക്കുക ഇവരെന്താ ചെയ്തെന്നറിയാം. ഇവർ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാമ്പിനെ എൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചിരിക്കുക. അപ്പോൾ ഈ സിബ് നീക്കുമ്പോൾ തലവന്തി അത് ഒറിജിനൽ പാമ്പാണ്. പക്ഷെ എന്റെ മനസ്സിൽ അതിനാണ് ഇവർക്കത് മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ആദ്യമേ പാമ്പിന്റെ കഥ എടുത്തിടുന്നത്. എന്നെ അത് ഓർമ്മിപ്പിക്കുകയാണ് പാമ്പ് ഭയങ്കര രസമായിരുന്നു അത്. ഇത്ര എല്ലാരും കൂടെ ക്യാമറ ഒക്കെ ഇട്ട് ഓടി വന്നു. പിന്നെ എല്ലാവരും കൂടെ ചിരി കളിയാക്കല്, പിന്നെ എല്ലാവർക്കും തമാശയല്ലോ അത്. ലാലിന്റെ ഒരു ഷോട്ട് എടുത്തുകൊണ്ടിരിക്കും, ഇപ്പോഴും ഓർമ്മയുണ്ട്. ലാലെല്ലാം പേടിച്ചിട്ട് ഈ പാമ്പ് വന്നപ്പോൾ ഞാൻ അങ്ങനെ കരഞ്ഞിട്ടില്ല. കാരണം എന്താ പറയുക, ഞാൻ ഒരു സാധനം വന്ന് പെട്ടെന്ന് ഇരിപ്പുണ്ട്, അല്ല പെട്ടെന്നാണല്ലോ അത് വന്ന് വരലും കളയിലും ചെറിയ കരച്ചിലേ ഉള്ളൂ. മറ്റത് അങ്ങനെയല്ല, പാമ്പ് ചുറ്റിയത് എനിക്കറിയാം, വന്നത് അറിയാം. ഇതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ചെയ്യുമ്പോൾ ഇതുകൊണ്ട് സിംഗറാവുന്നില്ലേ പാമ്പ് വന്നിട്ട്. അയ്യോ എനിക്ക് ഇന്നും ആലോചിച്ചില്ല, മറക്കാതെ. അതെ ആ അന്ന് പെട്ടെന്ന് എല്ലാവരും കൂടെ എന്താ സംഭവം, ഞാൻ കരയില്ലേ. ഒരു വല്ലാത്ത രസമായിരുന്നു. ഒത്തിരി അനുഭവങ്ങളുണ്ടല്ലോ അല്ലേ. ഈ പഴയ ആളുകളുടെ അടുത്ത് വന്നിരുന്നാലേ ഉള്ളൂ, നിങ്ങളുടെ അടുത്തേക്ക് ഇരുന്നാൽ അന്നത്തെ കാലത്തെ അനുഭവങ്ങൾ കേൾക്കണ്ട, കേട്ടോണ്ടിരിക്കാൻ നമുക്ക് രസമാണ്. നമുക്കൊന്നും ചോദിക്കണ്ട ലൊക്കേഷനിൽ അന്നൊന്നും. മുകേഷൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. അല്ല മുകേഷ് ആയിരിക്കും ഏറ്റവും കൂടുതൽ തമാശ തോന്നുന്നു. മുകേഷ് ഇരുന്നാ പിന്നെ പെട്ടെന്ന് കൗണ്ടറുകൾ അടിക്കുമല്ലോ, പറയേണ്ട ആവശ്യമില്ല. മുകേഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. മുകേഷ് പറഞ്ഞ ഒരു അനുഭവം ഓർക്കാൻ പറ്റുമോ? അങ്ങനെയല്ല മുകേഷ് ഓർക്കാം, അങ്ങനെ പ്രത്യേകമായിട്ടൊന്നും മുകേഷിന് ഒന്നും ഇല്ല. ഒരുപാട് കഥകളാണ് മുകേഷിന്. ജഗദീഷ് ആയാലും ഇന്നസെൻ്റ് ചേട്ടനാണെങ്കിലും. ഇന്നസെൻ്റ് ചേട്ടൻ ഒരിക്കലും തമാശ പറഞ്ഞാലും ആരെയും വേദനിപ്പിച്ചുകൊണ്ട് തമാശ പറയില്ല കേട്ടോ. ഇന്നസെൻ്റ് ചേട്ടൻ വേദനിപ്പിച്ച് തമാശ പറയുന്ന ചില ആൾക്കാരുണ്ടാവും, പക്ഷെ ഇന്നസെൻ്റ് ചേട്ടനൊന്നും അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇന്നസെൻ്റ് അങ്ങനെയല്ലായിരുന്നു.
അത് തമാശയായിരിക്കും, നമുക്ക് വേദന ഉണ്ടാവില്ല. വേദനിപ്പിക്കില്ല. ചില ആളുകൾ വേദനിപ്പിച്ചുകൊണ്ട് തമാശ പറഞ്ഞു ചിലവർ. അങ്ങനെയില്ല ഇന്നസെന്റ്. അത് നമ്മൾ തമാശ രീതിക്ക് ഉൾക്കൊണ്ട് പോയേ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ അല്ല, അത് തമാശയായിട്ട് തന്നെ നമ്മൾ എടുക്കുകയുള്ളൂ. പക്ഷെ എങ്കിലും നമ്മുടെ ഉള്ളിൽ വേദന ഉണ്ടാവും. അല്ല, അങ്ങനെ പറയുന്ന ചില ഒന്ന് രണ്ട് അത് നമ്മുടെ ഉള്ളിൽ വേദന ഉണ്ടാവും. പക്ഷെ നമ്മൾ റിയാക്ട് ചെയ്യില്ല. അല്ല, അതാ പ്രതികരിക്കൊന്നുമില്ല അവിടെ. അവർ പറയും തമാശയായിരിക്കും, പക്ഷെ കേൾക്കുന്നവർക്ക് അത് വിഷമം ഉണ്ടാവും. തിരിച്ച് അവരോട് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര പ്രശ്നമാകും. തികൃഷി ചേട്ടൻ പുള്ളിന്റെ കൂടെ ഒക്കെ ഞാൻ കിലുക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ അനുഭവമൊന്നുമില്ല. അല്ല, പുള്ളിയും ഭയങ്കര ആണെന്ന് കേട്ടിട്ടുണ്ട്, കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ പ്രത്യേക രീതിക്ക് സംസാര രീതിയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി അങ്ങനെയില്ല. അങ്ങനെയില്ല അല്ലേ? കിലുക്കം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒരു സിനിമ ചെയ്തോളൂ. അമ്പിളിച്ചേട്ടൻ്റെ കൂടെ കുറച്ച് സിനിമ ഉണ്ട് അല്ലേ? അമ്പിളിച്ചേട്ടൻ പിന്നെ തമാശ പറയാൻ നിൽക്കില്ലല്ലോ. ജീവിതത്തിൽ ഭയങ്കര സീരിയസ് അല്ലേ അമ്പിളിച്ചേട്ടൻ? ആ ഷോട്ട് അങ്ങ് കഴിഞ്ഞ അമ്പിളിച്ചേട്ടൻ വേറെ ആളാ. ആ കിലുക്കത്തിലെ സീനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായിരിക്കും? അത് കഴിഞ്ഞിട്ട് വന്നിരിക്കൂല അമ്പിളിച്ചേട്ടൻ. വേറെ ആളാ അമ്പിളിച്ചേട്ടൻ വന്നിരുന്നു. അത്രയും ചിരിപ്പിച്ചിട്ട് ആ ഷൂട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിരി വരും. നേരെ വന്നിരുന്ന വേറെ ആളാണ്. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എവിടെയും നോക്കൂല. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആരോട് സംസാരിക്കരുത് കറി. നല്ല ഇൻട്രസ്റ്റോട് കൂടി കഴിക്കും. അങ്ങനെ അമ്പിളിച്ചേട്ടൻ പിന്നെ വേറൊരു. മറ്റവരൊന്നും അങ്ങനെയല്ല. മറ്റൊരു ചിരി തമാശ അവർക്കും നല്ലത്, നമുക്ക് കേൾക്കാനും രസം. പണ്ട് ഫിലിമിലാണല്ലോ ഷൂട്ട് ചെയ്യണത്, പൈസ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അതിനകത്ത്. ഇപ്പോഴത്തെ പോലെയല്ലോ. അപ്പൊ നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ തെറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ കൂടാറുണ്ടോ എന്ന് ചോദിച്ചാൽ. പക്ഷെ നല്ല റിഹേഴ്സൽ ചെയ്യും. ആദ്യമേ ചെയ്യും അല്ലേ? കുറേ റിഹേഴ്സൽ ചെയ്യും. കാരണം അത് ബുദ്ധിമുട്ടല്ലേ ഇത്. അതിങ്ങനെ ശബ്ദം, ആ ശബ്ദം പിന്നീട് കേൾക്കാന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അഭിനയിക്കാൻ. മനസ്സിലായില്ലേ? അത് ആ ശബ്ദം വരുമ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് അഭിനയിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ അതൊന്നും പ്രശ്നമല്ലല്ലോ. ഇപ്പോഴും സിനിമയിൽ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സീരിയൽ പോലെയല്ല സിനിമ. ഇപ്പോഴും സീരിയലിൽ ഇങ്ങനെ പ്രോംപ്റ്റ് ചെയ്യുക, നമ്മളത് പറയുക, യന്ത്രം പോലെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ സീരിയലിൽ. സിനിമ അങ്ങനെയല്ലല്ലോ. സിനിമയിൽ ഇപ്പോഴും നല്ല റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. മുൻപ് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു അത്ര. ആ സമയത്തൊക്കെ നല്ല മികച്ചിരിക്കുന്ന സമയത്തൊക്കെ ഉദ്ഘാടനങ്ങൾ അങ്ങനെയൊക്കെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, പിന്നെ ഉണ്ടല്ലോ അല്ലേ? ഒന്നും ഉണ്ട് ഉദ്ഘാടനങ്ങളും ഒക്കെ. ഒത്തിരി ഉദ്ഘാടനത്തിലൊക്കെ പോയി. കുറച്ചും കൂടെ ആൾക്കാർക്ക് നല്ലതല്ലേ, കാണുന്നില്ലല്ലോ. ഇന്നിപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എല്ലാ ഏത് ആൾക്കാരാ അപ്പോൾ ലുലു മാളിലൊക്കെ ഇല്ലാത്തത്. അപ്പം അങ്ങനെ ഒരു ഇതില്ല. പണ്ട് കാണുമ്പോൾ തന്നെ ആർട്ടിസ്റ്റുകളെ കാണുമ്പോഴേ ഇത്ര സ്വാതന്ത്ര്യം പണ്ട് ഉണ്ടായിരുന്നില്ല തോന്നുന്നു. പണ്ടത്തെ ആൾക്കാർക്ക് എവിടെയും പോവാതിരിക്കുക, ഒരു സിനിമ കഴിഞ്ഞാൽ മിണ്ടാതെ വീട്ടിലിരിക്കുക, അങ്ങനെയാണ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം കൂട്ടത്തിൽ ജീവിക്കുന്നതും കൂടെ ഉണ്ട്. സിനിമയ്ക്ക് പോവുക, എവിടെ വേണേലും പോകുന്നുണ്ട് ഇപ്പോൾ. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല തോന്നുന്നു. ശരി, അതുകൊണ്ട് ഉദ്ഘാടനത്തിലൊക്കെ പോകുമ്പോൾ അതെ. ഇന്നാണ് ആർട്ടിസ്റ്റുകൾ ജീവിക്കുകയും കൂടെ ചെയ്യുന്നത്. നല്ല കുറച്ച് സിനിമ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിനി വേണ്ട എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാലം ഇരിക്കും. വീണ്ടും തിരിച്ചു വരും, വിളിക്കും, ഞാൻ ഉണ്ട്, വീണ്ടും അഭിനയിക്കാൻ തുടങ്ങും. അങ്ങനെ എത്ര ആർട്ടിസ്റ്റുകൾ വന്നു. പണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി നായികമാരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇന്നതൊക്കെ മാറിയില്ലേ, കാലങ്ങൾ ഒരുപാട് മാറ്റം വന്നു. ഇപ്പം അങ്ങനെ ഇല്ല. ഇപ്പോൾ സൗഹൃദത്തിൻ്റെ കാലമാണ്. സൗഹൃദമാണ്. കുറച്ച് ആൾക്കാർ ഒരു സിനിമ ചെയ്യുന്നു, അപ്പുറത്ത് വേറെ കുറച്ച് സുഹൃത്തുക്കൾ ഒരു സിനിമ ചെയ്യുന്നു. ആ സൗഹൃദത്തിലൊന്നും നമ്മളില്ലാതെ പോകുന്നതുകൊണ്ടാണ് നമുക്ക് സിനിമ കുറയുന്നത്, സിനിമ കിട്ടാത്തത്. അങ്ങനത്തെ ഒരു സൗഹൃദം നമുക്ക് ഇല്ല. മടുപ്പ് തോന്നാറുണ്ടോ? എന്തിന്? ചിലപ്പോൾ സിനിമ കിട്ടാതെ വരുന്നു, നമ്മളിങ്ങനെ ഇരിക്കുന്നു. എനിക്കങ്ങനെ മടുപ്പ് വരിക, അതുപോലെ മറ്റുള്ളവർക്ക് എന്നെക്കാളും വലിയ റോള് കിട്ടി, ഇതൊന്നും എന്നെ സംബന്ധിച്ച് അതൊന്നും ബാധകമല്ല. എനിക്ക് സിനിമ കുറഞ്ഞപ്പോഴാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്. ഞാൻ പരാതി പറയാൻ പോയിട്ടില്ല. എനിക്ക് സിനിമ ഇല്ല. നമ്മൾ പരാതി പറയേണ്ട എന്താ കാര്യമുള്ളൂ? എന്നെ വിളിച്ചാൽ ഞാൻ പോവും. ഇപ്പോഴും ഇടയ്ക്കൊക്കെ നല്ല നല്ല റോള് വരും, ഞാൻ പോവും, ചെയ്യും. ഇല്ലെങ്കിൽ എഴുത്താണെങ്കിൽ എഴുതും. അപ്പോൾ എനിക്ക് വീട്ടിലിരിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പൈസ ഇല്ലാതെ വരുമ്പോഴേ നമുക്കൊരു ചെറിയൊരു പ്രശ്നം വരുള്ളൂ. അല്ലാതെ എനിക്ക് അങ്ങനത്തെ ഒരു സിനിമയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കണം അങ്ങനെയൊന്നും എനിക്കില്ല. എനിക്കൊരു 25 അത്രയും സിനിമകൾ 2024 സിനിമകൾ ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലേ? ഇനിയൊരു സിനിമ ഇറങ്ങാൻ ഉണ്ട് അല്ലേ? പിന്നെ ഇനിയിപ്പോൾ വരണം. പിന്നെ സീരിയലൊക്കെ 1-2 വന്നു, പക്ഷെ അത് എടുത്തില്ല ഞാൻ. കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ സീരിയലിൽ പോകണ സമയത്ത് പിന്നെ എപ്പോഴെങ്കിലും ഒരു സിനിമ വരുമ്പോൾ പിന്നെ അത്രയും നല്ല റോളൊക്കെ ആയിരിക്കും. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോൾ അത് നല്ല ക്യാരക്ടറൊക്കെ ആണെങ്കിൽ പോയി ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അധികം ഈ വില്ലത്തി റോളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ കുട്ടികളും സ്ത്രീകളും അല്ലേ കൂടുതലും കാണുന്നത്. അപ്പോൾ അവരെ മനസ്സിലുള്ളത് ഒരു അങ്ങനെ തന്നെ രൂപം ഉണ്ടാവുക.
അപ്പം നല്ല പൈസ വരുവാണെങ്കിൽ പിന്നെ ചെയ്യും, അല്ലെങ്കിൽ നല്ല കാശ് വേണം, അല്ലെങ്കിൽ നല്ല റോളായിരിക്കണം. അതെ അതെ അതെ. അപ്പോൾ അത് നോക്കിയിട്ടാണ് സീരിയൽ ചെയ്യുക. ഈ വില്ലത്തി റോളുകൾ ചെയ്യുമ്പം വില്ലത്തി റോളുകൾ കുറേ സിനിമയിൽ വില്ലത്തി റോളുകൾ തന്നെ ചെയ്തു വന്നിട്ടുണ്ട്. അത് കൂടുതലും സീരിയലിലാണ് വില്ലത്തി വില്ലത്തി ചെയ്തേക്കണം. അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്നെ വിളിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടോ? എന്നെ വില്ലത്തിയാക്കാൻ എന്താണ് നിങ്ങൾ തീരുമാനിക്കുന്നത് ചോദിച്ചിട്ടുണ്ടോ? അതൊന്നും ഞാൻ ചോദിക്കാറില്ല. റോള് നല്ലതാണോ ചോദിക്കും, അത്രയേ ഉള്ളൂ. സിനിമയിൽ വില്ലത്തി നല്ലതല്ലേ, അത് നിൽക്കുകയാണല്ലോ അങ്ങനെ. അതെ അതെ. സീരിയൽ കാണുന്ന ഏറ്റവും കൂടുതൽ കുട്ടികളും സ്ത്രീകളും ആയതുകൊണ്ട് വീട്ടിലിരുന്നല്ല കാണുന്നത്. പിന്നെ പല സീരിയലിലും സിനിമയിലൊരു വില്ലത്തി റോള് ചെയ്യുമ്പോൾ അതിന് കാരണങ്ങളുണ്ടാവും, അതിനൊരു സ്വഭാവത്തിൻ്റെ ഒരു ഘടന ഉണ്ടാവുക വരുമ്പോൾ തന്നെ ആ ക്യാരക്ടറിൻ്റെ. സീരിയലിൽ കുറ്റം പറയില്ല, ഞാൻ ഒരുപാട് നല്ല നല്ല റോളുകൾ ചെയ്തു, പക്ഷേ ഒരു കാരണം ഉണ്ടാവില്ല ഒരാളെ ഉപദ്രവിക്കാൻ. കാരണമില്ലാതെ ഉപദ്രവിക്കേണ്ടി വരും. അപ്പം നമുക്കത് ചെയ്ത് തന്നെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. പിന്നെ അത് നല്ല 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 സാരി ഇതൊക്കെ എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ അവിടെ. ഡ്രസ്സ് ചെയ്യുക, നല്ല മേക്കപ്പ് ചെയ്യുക, നല്ല വലിയ കമ്മലിടുക, ഇതിൽ മാത്രമാണ് ശ്രദ്ധ, അല്ലാതെ സീരിയലിൽ. അപ്പോൾ അതിലൊരു കഴമ്പില്ലാത്ത പോലെ തോന്നും എനിക്ക് പലപ്പോഴും. പക്ഷെ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട് സീരിയലുകൊണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ. പല സംവിധായകർ പോലും, സിനിമ ചെയ്ത സംവിധായകരും സീരിയലിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്, എത്രയോ ആൾക്കാർ, ആർട്ടിസ്റ്റുകളും. പക്ഷെ നമുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സംഭവം തോന്നും. എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ സംസാരിച്ചു. 2 കാര്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. താരസംഘടന അമ്മയിലേക്ക് നമ്മളൊന്ന് വരുവാണ്. എനിക്ക് തോന്നുന്നു ഹേമ കമ്മിറ്റി ഉണ്ടായപ്പോൾ ഒരു കുറിപ്പ് എഴുതി, അത് ഞാനും എടുത്ത് വാർത്തത് ഒരു ഗംഭീര കുറിപ്പായിരുന്നു. ലാലേട്ടനെയും മമ്മൂക്കാനെയും കുറിച്ച് എഴുതി. അവർക്കല്ല അമ്മയെ വേണ്ടത്, നമുക്കാണ് അവരെ വേണ്ടതെന്നുള്ള കുറിപ്പ് എഴുതി. അത് മനസ്സ് തുറന്ന് എഴുതിയ വലിയ ചർച്ച ചെയ്തായിരുന്നു, വലിയ ചർച്ച. ഞാൻ വിളിച്ച് അന്ന് തന്നെ അഭിനന്ദിച്ചു, അന്ന് തന്നെ ഞാൻ വിളിച്ചായിരുന്നു. ഒരുപാട് ആൾക്കാർ വിളിച്ചു തന്നെ, അന്ന് ഒത്തിരി പേര് വിളിച്ചു. അത് നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളാണ്, ആരെയും ബോധിപ്പിക്കാനൊന്നുമല്ല. അവരാരെയും വിളിച്ചിട്ട് അയ്യോ അതൊന്നും ചോദിച്ചിട്ടില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പൊതുജനങ്ങൾക്ക് കുറച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനത്തെ ലെറ്റർ എഴുതിയതാണ്. അതിൽ കുറേ കാര്യങ്ങൾ അമ്മ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്, മരുന്നുകളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട്, കൈനീട്ടേണ്ട കാര്യം, അതൊന്നും പുറത്തു വരുന്നില്ല. സിനത്ത് എന്നൊരു ആർട്ടിസ്റ്റ് അത് തുറന്നു പറഞ്ഞപ്പോൾ അഭിമാനം എനിക്ക് തോന്നിയത്. കാരണം വെച്ചാൽ അമ്മയിലുള്ളവർക്കും അഭിമാനം തോന്നി. ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, അവരോട് ചോദിച്ചാലേ അത് അറിയുള്ളൂ നമുക്കല്ലേ. ഓരോ ബുദ്ധിമുട്ടുകളും അതിലൂടെ കടന്നു പോകാത്ത ആൾക്കാർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ വർഷം തൊട്ട് 7 ലക്ഷം ആക്കിയിട്ടുണ്ട്. 2 ലക്ഷം വർദ്ധിച്ചു. 2 ലക്ഷം വർദ്ധിപ്പിച്ചു. അപ്പോൾ അതൊക്കെ വലിയ കാര്യമല്ലേ. കൈനീട്ടത്തിൻ്റെ പൈസ കൂട്ടുന്നു. അതെ, വീണ്ടും ആളുകൾക്ക് കൂടുതൽ കൊടുക്കാൻ പോകുന്നു. അങ്ങനെ എത്രയും നല്ല പ്രവൃത്തികൾ അമ്മ ചെയ്യുന്നുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഇപ്പോൾ ഇപ്രാവശ്യം നമ്മളെയൊക്കെ നിരാശ ആണ് വരുത്തിയത്. നമ്മളൊക്കെ അതേ കമ്മിറ്റി തന്നെ വീണ്ടും മുന്നോട്ട് പോകുന്നുള്ള രീതിയിൽ സന്തോഷത്തിലാണ് വന്നിരുന്നത്. പക്ഷേ ലാൽ എന്തോ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ഭയങ്കര ഷോക്കായിപ്പോയി. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പല സംഭവങ്ങൾ നടക്കുമ്പോഴും ലാലിൻ്റെ നേരെ വിരൽ ചൂണ്ടുന്നതുകൊണ്ടായിരിക്കും. അതാ ഒരു പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ പറയേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് ഒരു സഹിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. വീട്ടിലിരിക്കുന്നവരെ പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. ഒരു നമുക്കൊക്കെ എന്നെ പറ്റിയൊക്കെ കുറച്ചെന്തെങ്കിലും നെഗറ്റീവ് വരുമ്പോൾ എനിക്ക് ടെൻഷനാവും. ഇത്ര കാലമായി ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ, എന്നാലും അത് ചിരിച്ചങ്ങനെ തള്ളുന്നു. അപ്പോൾ അത് ഒരു പരിധി വിടുമ്പോൾ ആർക്കും സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ഞാനൊക്കെ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് ലാലിന് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അറിയില്ല ഇനിയിപ്പോൾ എന്താ ആവുന്നതെന്നുള്ളത്. അല്ല, ഇനി ഒരു ഘട്ടം എന്ന് വെച്ചാൽ ഇലക്ഷനിലേക്ക് പോവാണ്. അതെ, ഇലക്ഷനിൽ നിന്നിട്ട് മത്സരിച്ച് ഒരു അമ്മയുടെ പ്രസിഡന്റ് ആവാനൊന്നും ലാൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും വരില്ല. അതിൻ്റെ ആവശ്യമല്ല. ഒരാളെ ഓപ്പോസിറ്റ് നിന്നിട്ട് പിന്നെ ഞാൻ മത്സരിച്ച് ജയിച്ചിട്ട് ഞാൻ വരാം, അതിൻ്റെ ആവശ്യം എന്താ? ഞാൻ ആ പൊസിഷനിൽ നിൽക്കുക എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്, അവിടെ മത്സരത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ തെറ്റാണ് അങ്ങനെ ഒരു ഇത് വന്നാൽ തന്നെ. അന്ന് പറഞ്ഞ് ചിലരൊക്കെ വന്ന് പറയുന്നത് നന്നായിട്ട് കൊണ്ടുപോയിരുന്നു ഇവർ, ഈ കമ്മിറ്റി വളരെ നന്നായിട്ട് കൊണ്ടുപോയിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ജനാധിപത്യപരമായിട്ടുള്ള ഭരണം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ ഓഫീസിൽ ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. അത് വർഷങ്ങളായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല ആ ഓഫീസിലൊന്നും, ഞങ്ങളൊന്നും പോയിട്ടേ ഉണ്ടായിരുന്നില്ല. ഒരു പ്രോഗ്രാം വരുമ്പോൾ ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾക്കൊന്നും ഒട്ടും പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ ഇതിൽ പറയുന്നില്ല, അല്ല നേരിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന സന്ദർഭങ്ങളിൽ സ്റ്റേജിൽ കയറി പറയാറൊന്നുമില്ല, അതിന് പോയിട്ടുമില്ല. പറയാൻ മൈക്ക് എടുത്തിട്ട് സംസാരിക്കാമെന്ന് ഞാൻ ചെയ്യാറില്ല. പക്ഷേ ഇന്ന് ഇവരങ്ങനെയല്ല. ഇന്ന് ഈ പ്രാവശ്യം എത്ര അമ്മമാരായിരുന്നു കയറി വിളക്ക് കൊളുത്തിയത്. അങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ട് കുറേ കാലങ്ങളായില്ലേ. അപ്പോൾ അത് നന്നായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു.
ഈ മരുന്ന് എത്തിക്കുക. അതൊക്കെ ആ കുട്ടികളൊക്കെ തന്നെ, പ്രത്യേകിച്ച് അൻസിബ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവൾ. എല്ലാവരും കേട്ടോ, മറ്റേ കുട്ടികളൊന്നും ഞാൻ കൂടുതൽ വിളിച്ചിട്ടും അവരെന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അൻസിബ നിരന്തരം നമ്മളെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുന്നതുകൊണ്ട് അറിയാം. ബാബുരാജ് ആണെങ്കിലും സിദ്ദീഖ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നപ്പോഴത്തേക്കാണ് സിദ്ദീഖിന് ആ പ്രശ്നം വന്നത്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് ആര് വന്നാലും പ്രശ്നങ്ങളിലേക്ക് പോകുക എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. എല്ലാവർക്കും മടുത്തു അങ്ങോട്ടേക്ക്. ഇനിയിപ്പോൾ ആരൊക്കെ വരിക, നല്ലത് വരട്ടെ, നല്ല ആൾക്കാർ വരട്ടെ. ആര് വന്നാലും നമ്മളൊക്കെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന നമുക്ക് അമ്മ എന്നുള്ളതാണ്, അമ്മ അസോസിയേഷൻ എന്നുള്ളതാണ് നമ്മുടെയാണ്. അപ്പോൾ അമ്മ അവിടെ ആര് വന്നാലും ശരി, ലാല് വരണം എന്നുള്ള ആഗ്രഹമാണ്. ഇനി വേറൊരാൾ വരികയാണെങ്കിൽ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇവരൊക്കെ പോയാലും ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യും. നമുക്കൊക്കെ ഇപ്പോൾ ഇത് മാറിക്കഴിഞ്ഞാൽ പിന്നെ വരില്ല ആ സ്ഥാനത്തേക്ക്. വരുന്നുണ്ടോ? എത്ര നാളായി? പക്ഷേ ജനറൽ ബോഡി മുടക്കാറില്ലായിരുന്നു. ഇപ്പം ഇത്തവണ വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ജനറൽ ബോഡി മുടക്കാറില്ലായിരുന്നു. രസകരമായിട്ട് വന്ന പുറയിൽ നിന്ന് ആൾക്കാരുടെ കൂടെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി എന്ത് രസമായിട്ട് നമുക്ക് അവിടെ ഇരിക്കുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. അവിടെ ഒരു തുല്യതയാണല്ലോ. ഇപ്പൊ ഞങ്ങളൊക്കെയാണ് ഏറ്റവും ഫ്രണ്ട് കയറി ഇരിക്കുന്നത്. അവിടെ താരങ്ങളെ ഒന്നും നോട്ടമേ ഇല്ല. ഏറ്റവും ഫ്രണ്ട് നിരയിലിരിക്കുന്ന കുറെ പേര് നിങ്ങളൊക്കെയാണ് എന്നും സ്ഥിരമായിട്ട് എന്നോട് ഇന്നസെന്റ് ചേട്ടനൊക്കെ ചോദിക്കും, ഈ കസേര മാറാറില്ലെന്ന്. ഞാനും ഊറുമുളാവേണ്ടി കുറച്ച് ആൾക്കാരുണ്ടാവും അവിടെ നിന്നിരിക്കും. ഞാൻ വരികയാണെങ്കിൽ ഞാൻ സീറ്റ് പിടിക്കണേ, അങ്ങനെ ഇരിക്കുന്ന അങ്ങനത്തെ ഒരു ഇതാണ്. നമ്മളവിടെ കുടുംബാംഗങ്ങളെ പോലെ തന്നെയാണ് എല്ലാവരും, ഒരു കുടുംബം പോലെ തന്നെയാണ് അതിൻ്റെ അകത്ത്. എന്നാൽ പുറത്തല്ലേ താരങ്ങൾ, അകത്ത് താരങ്ങളല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. ഈ പ്രാവശ്യം ആൾക്കാർ കുറഞ്ഞതും ഒക്കെ എല്ലാവർക്കും വിഷമായി. 31 വർഷത്തിലടക്കം ആദ്യമായിട്ടാണ് ഇത്രയും ആൾ കുറയുന്നത്. അത് എനിക്ക് തോന്നുന്നത് ഈ എല്ലാ ജൂൺ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് വെച്ചിരുന്നത്. അത് പെട്ടെന്ന് ഡേറ്റ് മാറ്റിയപ്പോൾ ചിലപ്പോൾ പലർക്കും അതിൻ്റെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവാം. അങ്ങനെ പല കാരണങ്ങളൊക്കെ ഉണ്ടല്ലോ. എത്രയും ആൾക്കാരൊന്നും കുറയില്ല. അപ്പോൾ പലരും പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടാവും. ആ സമയത്ത് തിരിച്ചു വരാമെന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല. ഭയങ്കരമായിട്ട് അതാണ് ലാലിനൊക്കെ ഭയങ്കര വിഷമായത്. കാരണം അവരിതിന് വേണ്ടി നിൽക്കുമ്പോൾ മറ്റേ കസേരകളൊക്കെ ഒഴിഞ്ഞു കിടക്കുമ്പോൾ വിഷമമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം ആൾ കുറഞ്ഞു. അടുത്ത പ്രാവശ്യം അങ്ങനെ ഉണ്ടാവില്ലായിരിക്കും. മമ്മൂക്കേൻ്റെ ഒക്കെ കുറവ് ഭയങ്കര കുറവായിരുന്നു. ആ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ എല്ലാവരും കൂടെ ആ ചുറ്റും ഇരിക്കുന്നത്, ചാടി കയറി താഴെ ഇരിക്കും മമ്മൂക്ക, അതിന് ചുറ്റും എല്ലാവരും കൂടെ ഇരിക്കും. അതൊക്കെ ഭയങ്കര. അടുത്ത പ്രാവശ്യം ഇൻഷാ അല്ലാഹ് എല്ലാവരും വരും. എന്തായാലും ഇലക്ഷൻ വരുവാണ്. അതെ, ആരൊക്കെ വരുന്നതെന്ന് അറിയില്ല. നല്ല ആൾക്കാർ വരട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ആരെങ്കിലും ചാടി കയറി അതിലേക്ക് വരാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയുള്ളൂ. കാരണം ആര് വന്നാലും നിങ്ങൾ വരണ്ടാമെന്നും ആരും പറയില്ല. പക്ഷേ അതെല്ലാവരോടും സംസാരിക്കാൻ പറ്റുന്ന ആളാവണം. പ്രൊഡ്യൂസർമാരോട് സംസാരിക്കണം, അല്ലേ? വിഷയങ്ങൾ വന്നാൽ അബദ്ധങ്ങൾ പറയാതെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ പറ്റണം. അതൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ ആൾക്കാർ വരട്ടെ. കമ്മിറ്റി വന്ന് അമ്മ സംഘടന തീർന്നു പോയെന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് ഉയർത്തെഴുന്നേറ്റ്. സത്യം. ആ കുടുംബസംഗമത്തോടുകൂടി ഒരു ഉയർത്തെഴുന്നേപ്പായിരുന്നു, അല്ലേ? സുരേഷ് ഗോപി ചേട്ടൻ്റെ ഒരു വരവ്. അതെ, എത്ര വർഷമായിട്ട് വരാതിരിക്കാൻ വന്നില്ലേ? സന്തോഷം തോന്നി സുരേഷൊക്കെ വന്നപ്പോൾ. കുടുംബസമൂഹത്തിൽ ഇങ്ങനെ നിൽക്കുമല്ലേ? കുറേ കാലങ്ങൾക്ക് ശേഷമാണ് സുരേഷൊക്കെ ഇപ്പം നന്നായി നിൽക്കുന്നതൊക്കെ. അങ്ങനെ എത്ര പരിപാടികൾ നടത്തിയല്ലേ? അതെ, ഇനിയും പരിപാടികൾ പലതും അവർ പ്ലാൻ ചെയ്തപ്പോഴാണ് ഇപ്പോൾ ഇതിങ്ങനെ. അവർ തന്നെ വരുന്നായിരുന്നു ഞങ്ങളൊക്കെ വിചാരം, അങ്ങനെ നിന്നിരുന്നതും. പെട്ടെന്നാണ് പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയുന്നില്ല. എന്തെങ്കിലും വേദനിപ്പിക്കുന്ന അനുഭവം ഉണ്ടായോ, അല്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞു, ഒന്നും അറിയുന്നില്ല. എന്തായാലും ഈ പറയുന്ന പോലെ അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി നല്ലതായിരുന്നു. അവർ തന്നെ ഇനിയും അവരൊക്കെ മത്സരത്തിന് വരട്ടെ, അല്ലേ? അപ്പോൾ നമുക്ക് വോട്ട് ചെയ്യാൻ ഒരാളായി. എങ്ങനെ? അവരൊക്കെ മത്സരത്തിന് വന്നെ, മത്സരം ഉണ്ടെങ്കിൽ അവരും വന്നെ ഒന്ന്. അതെ. അപ്പോൾ നമുക്ക് ഒന്നും അറിയാതെ ഒന്നും നോക്കാതെ വോട്ട് ചെയ്യാൻ പറ്റും. വോട്ട് ചെയ്ത് ജയിപ്പിച്ചു കഴിഞ്ഞാൽ ആർക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതെ. അതുകൊണ്ട് അവരൊക്കെ നിൽക്കുമായിരിക്കും. സ്ത്രീകൾ ഒക്കെ കുറച്ച് നല്ലതായിട്ട് നിൽക്കാനാണ് ചാൻസ്. ആരൊക്കെ വരികയെന്ന് അറിയില്ല. നല്ലവർ വരട്ടെ. ഈ പ്രാവശ്യം എനിക്ക് തോന്നി അവർ സ്റ്റേജിൽ ഒറ്റ പെൺകുട്ടികൾ ഇരുന്നിട്ടില്ല. അതാരും ഇരിക്കേണ്ടെന്ന് പറയുന്നതാണോ? എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇപ്പം ആ പെൺകുട്ടികളാണ് അവിടുത്തെ മിക്ക കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന്. അവർക്ക് ഇരുന്നൂടെ? ഞാൻ അൻസിബയോട് ചോദിച്ചു എന്തുകൊണ്ട് ഇരിക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഓടി നടക്കില്ലേ. പക്ഷെ അതൊന്നും പത്രക്കാരോ മറ്റുള്ളവർ കാണില്ല. അവരായിട്ടിരിക്കാതിരിക്കുക. സ്ത്രീകൾക്ക് സീറ്റില്ല എന്നാണ് വിചാരിക്കുന്നത്. ആ സമയത്ത് നോക്കുമ്പോൾ ആണുങ്ങൾ മാത്രം ഇരിക്കുന്നു. അതൊക്കെ അവർ കയറിയിരിക്കണം. ഞാൻ ആദ്യം പറയുന്ന അത്രയേ ഉള്ളൂ. ഇനിയും നന്നായിട്ട് വരട്ടെ.
കൂടെ ഉണ്ടാവും. എന്തായാലും ഞാൻ പറയാൻ വിചാരിക്കാത്ത കാര്യങ്ങളോ എന്തൊക്കെയോ എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല. ബോറടിച്ചില്ലല്ലോ? എനിക്ക് ബോറടിച്ചിട്ടില്ല. എനിക്കും ബോറടിച്ചില്ല. സംസാരം നല്ലതായിരുന്നു. നമുക്ക് ഇങ്ങനത്തെ സംസാരമാണ് എനിക്കിഷ്ടം. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സ് തുറന്ന് പറയാൻ പറ്റും, നമുക്ക് പലതും ഓർത്തെടുക്കാൻ പറ്റും. അതാണ് എന്നിലൂടെ എനിക്കിത് ചെയ്യാൻ പറ്റിയത്. എന്തായാലും ഒത്തിരി സന്തോഷം ഇത്രയും സമയം എനിക്ക് വേണ്ടി മാറ്റി വെച്ചത്. എനിക്കൊന്ന് 1 മണിക്കൂറിലൊക്കെ മുകളിലേക്ക് ആയിട്ടുണ്ട്. എല്ലാം പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തി. അല്ല, നമ്മളൊരു 2 എപ്പിസോഡാക്കി വേണ്ടി കൊടുക്കാമല്ലോ, നമുക്ക് 3 എപ്പിസോഡ് വേണമെങ്കിൽ ആക്കാമല്ലോ. കേൾക്കാൻ ആൾക്കാരുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ കഥകൾ പോകുന്നത്. ഒരു കഥ നിർത്തിയിട്ട് അടുത്ത കഥയിലേക്ക് വരാൻ വേണ്ടി ഒരു ബ്രേക്ക് ഇട്ട് കൊടുത്താൽ ആ കഥ കേൾക്കാൻ ആളുണ്ടാവും. അപ്പോൾ ഒത്തിരി സന്തോഷം. ഇനിയും നല്ല നല്ല സിനിമകളായിട്ട് ഒരു സിനിമ വർക്ക് നടക്കുവാണ്, ഡയറക്ഷനും സ്ക്രിപ്റ്റുമായിട്ട് വർക്ക് ചെയ്യണം, അതും നടക്കട്ടെ. കൂടെ ഉണ്ടാവും. എന്താവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. താങ്ക് യു.